നമ്മളുള്ളത് കാസർഗോഡ് കൊല്ലിയ തട്ടുകട എന്ന് പറയും. ഈ സ്ഥലത്തിന്റെ പേരും കൊല്ലിയാണ്. അപ്പൊ സ്ഥലത്തിന്റെ പേരും കൊല്ലിയ, ഷോപ്പിന്റെ പേരും കൊല്ലിയ. നമ്മുടെ കൂടെ ഉള്ളത് വന്നിട്ട് പറയും, പേരെന്ന് പറയും അബ്ദുൽ അസീസ്. അപ്പൊ അസീക്ക എന്നാണ് പറയാ, ഷോർട്ടായിട്ട് പറയാ. ഇവിടുത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ 5 കിൻഡിലൊക്കെ അല്ലേ, 5 കിൻഡിലൊക്കെ ബീഫ് ഇവിടെ വെച്ചാലും ഇവിടെ തികയാത്തൊരവസ്ഥകളുണ്ട്. ഒക്കെ നമ്മുടെ കല്യാണ വെപ്പിന് നമ്മുടെ മെയിൻ എന്ത് സാധനത്തിന് നെയ്ച്ചോറും പള്ളിക്കറി. നെയ്ച്ചോറും ബീഫും പള്ളിക്കറിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിനും ഈ പള്ളിക്കൊക്കെ വെക്കുന്ന രീതിയിലുള്ളതുകൊണ്ടാണ് ഈ പള്ളിച്ചോറ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ രീതിയിലാണ്, ഫുള്ള് വിറകടുപ്പിലാണ്. മസാല എല്ലാം മൂപ്പര കയ്യിലാണ് കേട്ടോ. അസിക്ക, എത്ര വർഷങ്ങൾ തുടങ്ങിയിട്ട്? 5 വർഷം കഴിഞ്ഞു. 5 വർഷം കഴിഞ്ഞു. ഓക്കെ. ഇത്രയും ഒരു ഗ്രാമത്തിനുള്ളിൽ ഇത്രയും ആൾക്കാർ ഇവിടെ വരാറുണ്ട് ഇല്ലേ? നിങ്ങൾ തേടിയിട്ട് പാലക്കാട് തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വരാറ്. കേരള കർണാടക മൊത്തം പേരുണ്ട്. അതാണ് പറഞ്ഞത്. ഫുഡ് എത്ര അടിപൊളി കൊടുത്തു കഴിഞ്ഞാൽ കർണാടകയിലെ കേരളം എവിടെ നിന്ന് പണി എത്തും അല്ലേ? ചെറിയ റേറ്റിനല്ലേ നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ വരും. നമ്മുടെ 1 കിലോ ബീഫ് 550 രൂപ. 1 കിലോ ബീഫ് കറി വെച്ചത് 550 രൂപ. ഈ കറി 1 കിലോ റൈസ് 150 രൂപ. 150 രൂപ. കിലോനാണ്. അപ്പൊ കിലോ റേറ്റ് ആട്ടോ. 1 കിലോ റൈസ് 150 രൂപയും 1 കിലോന്റെ ബീഫ് വന്നിട്ട് കറി വെച്ച ബീഫ് വന്നിട്ട് 550 രൂപ. ഒരാൾക്ക് 110 രൂപ കഴിക്കാം, 160 രൂപ കഴിക്കാം. നെയ്ച്ചോറും ബീഫ് രണ്ടും. നെയ്ച്ചോറും ബീഫും കൂടി 110 രൂപ കഴിക്കാം, 150 രൂപ. അടിപൊളി. ഇവിടെ വന്നു കഴിഞ്ഞാൽ പൈസ വിഷയമല്ല, ഭക്ഷണം വയറ് നിറച്ച് മനസ്സ് നിറച്ചിട്ട് പോവാ. രാത്രി 9:30 മണി വരെ ഓപ്പൺ ഉണ്ട്. 11 to 9 വരെ ഓപ്പണിംഗ് ആണ്. അടിപൊളി. നമ്മൾ ഈ മസാലയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൈപുണ്യം, നിങ്ങളുടെ ദൈവത്തിന് അനുഗ്രഹം, എന്താ ഇതിന്റെ മസാലയൊക്കെ പൊടിച്ച് എങ്ങനെയാണ്? നിങ്ങളെ പൊടിക്കണാണ്. മുളകും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ വാങ്ങിച്ച് നിങ്ങളെ മസാല പൊടിച്ച് എങ്ങനെയാണ്? അപ്പോഴേക്ക് തന്നെ നമ്മുടെ ഏട്ടൻ നല്ല ബീഫും നെയ്ച്ചോറും കൊണ്ട് നമ്മുടെ ടേബിൾ മുകളിലും, അതിൻ്റെ കൂടെ ചിക്കൻ ബിരിയാണിയും, അത് കഴിഞ്ഞാൽ ബീഫ് വേറൊരു സംഭവമാണ്. അതായത് നെയ്ച്ചോറും. അങ്ങനെ അതിൻ്റെ ഗ്രേവിയും കൊണ്ട് ഒഴിച്ചിട്ട് ആ നെയ്ച്ചോറ് നന്നായിട്ട് ഇളക്കിയിട്ട് ആ ബീഫ് അങ്ങോട്ട് കുറച്ച് വാരിയിട്ടിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് ഇങ്ങോട്ട് നന്നായിട്ട് കഴിക്കുമ്പോണ്ടല്ലോ വേറൊരു ടേസ്റ്റാണ്. വെറുതെ അല്ല കേട്ടോ മൂപ്പര് പറയണം. അതുപോലെ ചിക്കൻ ബിരിയാണിയും അതും ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വ്യത്യസ്തമായൊരു ടേസ്റ്റും അതൊരു പ്രത്യേകിച്ച് പറയേണ്ട സംഭവം തന്നെയാണ്. ആ കൊണ്ടുവന്ന സംഭവം കംപ്ലീറ്റ് ഞങ്ങൾ ഇരുന്നങ്ങോട്ട് കഴിച്ചു എന്ന് മാത്രമല്ല മനസ്സും വയറും കംപ്ലീറ്റ് നിറഞ്ഞു. അതുപോലെ കൊടുക്കുന്ന പൈസക്ക് അതിനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അതുപോലെ ഈ നെയ്ച്ചോറും ഈ പരിപ്പ് കറിയും അതുപോലെ ആ ബീഫിൻ്റെ ഇതും ഒരു പ്രത്യേക വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഫുള്ള് നമ്മൾ കാലിയാക്കിയിട്ട് എന്തായാലും അസിക്കാനെ ഒന്ന് കാണാമെന്ന് പറഞ്ഞ് ഞാൻ അസിക്കാൻ്റെ അടുത്തോട്ട് ഒരു കൈ കൊടുത്തൊരു മര്യാദയില്ലാതുകൊണ്ട് അസിക്കാനെ ഒന്ന് കാണാം. കാക്കൂൻ്റെ അടുത്ത് വന്നു, മനസ്സും വയറൊക്കെ നിറച്ച് സന്തോഷമാക്കിയിട്ട് വിട്ടിക്കണം കേട്ടോ. എന്തുകൊണ്ടാണ് ഇവിടുത്തെ തിരക്ക് വരാനും ഇത്ര ഡെയിലി 2 പോത്തും 500 കിൻഡൽ മറ്റേ ബീഫ് അടിക്കണം എന്ന് പറഞ്ഞാൽ ഇതാ മൂപ്പരൊരു മനസ്സാണ്. തുറന്ന മനസ്സും സ്നേഹമുള്ള പെരുമാറ്റവും. അതൊക്കെ സമ്മതിച്ചങ്ങളെ. ഭക്ഷണത്തിന് വേണ്ടത് സ്നേഹം കൊടുക്കണം അല്ലേ? ഭക്ഷണം മാത്രം കൊടുത്താൽ പോരാ, അതിന് കുറച്ച് സ്നേഹം കൂടി കൊടുക്കുമ്പോഴാണ് അത് യഥാർത്ഥമാവുള്ളൂ. എന്തായാലും അടിപൊളി, ഹാപ്പി. ശരി എന്നാൽ.